വിജിലൻസുകാർക്ക് വേറെ ഒരു പണിയുമില്ലെന്ന് തോന്നുന്നു. 2 മാസം മുമ്പ് ടാർ ചെയ്ത റോഡ് കുഴിച്ചു നോക്കേണ്ട വല്ല കാര്യവുമുണ്ടോ? കുഴിച്ചു നോക്കിയപ്പോൾ ടാറിന്റെ അംശം കണ്ടെത്തി. അതല്ലേ വലിയ വാർത്ത. പക്ഷെ വിജിലൻസുകാർ പറയുന്നു 4 സെന്റിമീറ്റർ വരെ ടാർ വേണ്ടുന്ന സ്ഥലത്ത് 1 സെന്റിമീറ്റർ പോലുമില്ലെന്ന്. എൻ്റെ പൊന്നു വിജിലൻസുകാരെ, കാണേണ്ട ആൾക്കാരെ എല്ലാം കണ്ടുവരുമ്പോൾ 1 സെന്റിമീറ്റർ തന്നെ ടാറിടാൻ കോൺട്രാക്ടർ ഭാര്യയുടെ കെട്ടുതാലി വരെ പണയപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ടാവും. പാലക്കാട് കണ്ണമ്പറയിൽ നിന്നും തച്ചനടി 5 മുറിയിലേക്ക് പോകുന്ന 1 കിലോമീറ്റർ റോഡ് 1 കോടി രൂപ മുടക്കിയാണ് നവീകരിച്ചത്. 4 വർഷമായി കുണ്ടും കുഴിയുമായി കിടന്നതാണ്. ആർക്കും ഒരു പരാതിയും ഉണ്ടായില്ല. 1 കോടി രൂപ മുടക്കി റോഡ് ടാർ ചെയ്തു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവിടെയും ഇവിടെയും ചെറിയ കുഴികളുണ്ടായി. അതിനാണ് വിജിലൻസുകാർ ഇറങ്ങിയിരിക്കുന്നത്. സത്യമായിട്ടും പാലക്കാട് ജില്ലാ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലായിരുന്നു ടാറിങ്ങും എല്ലാം. എന്തെങ്കിലും ക്രമക്കേടുണ്ടെങ്കിൽ അവർ അന്ന് കണ്ടുപിടിക്കില്ലേ? ഇപ്പം ഒരു പണിയുമില്ലാതെ പാലക്കാട് വിജിലൻസ് ഇൻസ്പെക്ടർ ബിജുവിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ എത്തിയിരിക്കുകയാണ് റോഡ് കുഴിച്ചു പരിശോധിക്കാൻ. വിജിലൻസുകാർ ഇങ്ങനെയൊക്കെ തുടങ്ങിയാൽ കേരളത്തിൽ ഒരു റോഡെങ്കിലും ടാർ ചെയ്യാൻ കഴിയില്ല. റോഡ് പണിക്ക് വേണ്ടിയിട്ട് കല്ല് വരെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. തറക്കല്ലിട്ടതിന്റെ വകയിൽ കൂട്ടേണ്ടതാണ്. എന്തായാലും അത് ചെയ്തിട്ടില്ല. എന്തൊക്കെ പറഞ്ഞാലും പാലക്കാട് ജില്ലാ പഞ്ചായത്ത് ജീവനക്കാരെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല ഇങ്ങനെയൊരു റോഡിന് മേൽനോട്ടം നിർവഹിച്ചതിനെ. പക്ഷെ പെൻഷൻ വാങ്ങാൻ യോഗമുണ്ടെന്ന് തോന്നുന്നില്ല. അതെന്തായാലും വിജിലൻസുകാർ മുടക്കുമെന്നാണ് തോന്നുന്നത്.